തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിനെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഇതിനു മുൻപ് ചെയ്ത വീഡിയോകൾക്ക് വന്ന അഭിപ്രായങ്ങളിൽ ചിലത് ഇങ്ങനെയാണ്: ഈ അംഗങ്ങളായി ആരെത്തിയാലും പ്രയോജനമില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് ചിലർ പറയുന്നു. വോട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താം, ഒരാൾക്ക് ജോലി കിട്ടും എന്ന് ചിലർ പറയുന്നു. ഇലക്ഷൻ വരെ ഉള്ള സ്നേഹമേ ഉള്ളൂ, ഇലക്ഷൻ കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് ചിലർ പറയുന്നു. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിലും നല്ലത് നോട്ടയ്ക്ക് കുത്തി പ്രതിഷേധം അറിയിക്കുന്നതാണ് നല്ലതെന്ന് ചിലർ പറയുന്നു. എന്നാൽ സത്യം എന്താണ്? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? ഒരുപറ്റം ആളുകൾ വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാം. ഇലക്ഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡ്, ആ റോഡുകളിലെ വഴിവിളക്കുകൾ, നിങ്ങളുടെ പ്രദേശത്തെ മാലിന്യ സംസ്കരണം, മലിനജലം വഹിക്കുന്ന ഓടകൾ, കുടിവെള്ള കണക്ഷൻ, വാർഡ് തല ക്ഷേമ പദ്ധതികൾ, സർക്കാർ സ്കീമുകൾ നേടാൻ യോഗ്യരായവരെ കണ്ടെത്തുന്നതിനും സഹകരണ സാമൂഹിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് ആണിത്. ഈ കാര്യങ്ങളൊക്കെ ദൂരെയുള്ള ഒരു നേതാവല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ വാർഡിൽ തന്നെ താമസിക്കുന്ന ഒരാളെയാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത്. വാർഡംഗങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരുമ്പോഴും, കാര്യമായ വികസനങ്ങൾ മാറി മാറി വരുന്ന അംഗങ്ങൾ നടത്താതെ വരുമ്പോഴും, പ്രത്യേക കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത പലരും വോട്ട് ചെയ്യാനായി പോകാൻ മടിക്കാറുണ്ട്. പക്ഷെ ആളുകൾ ഇങ്ങനെ വോട്ട് ചെയ്യാതിരുന്നാൽ ആരായിരിക്കും ജയിക്കുക? മികച്ച ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടില്ല, ഉത്തരവാദിത്വമുള്ള ആൾക്ക് ചുമതല കിട്ടില്ല, വാർഡിലെ പോരായ്മകൾ മനസ്സിലാക്കാൻ കഴിയുന്നയാൾ തിരഞ്ഞെടുക്കപ്പെടില്ല. അപ്പോൾ നിശ്ചിത വോട്ട് ബേസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എളുപ്പത്തിൽ വിജയം നേടും. നിങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നതോടെ നിങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടും. പിന്നെ വോട്ട് ചോദിക്കാൻ പോലും ആരും നിങ്ങളുടെ അടുത്ത് എത്തില്ല. നിങ്ങളെ പോലെ അറിവും വിവേകവും തിരഞ്ഞെടുക്കുവാൻ കഴിവുമുള്ളവർ ഇലക്ഷൻ ദിവസം വീട്ടിലിരുന്നാൽ കഴിവില്ലാത്ത സ്ഥാനാർത്ഥികൾ ശക്തരാകും, ശക്തരായ സ്ഥാനാർത്ഥികൾ ബലഹീനരാകും. അങ്ങനെ നിങ്ങളുടെ വാർഡിന്റെ വികസനം അനിശ്ചിതത്തിലാകും. വോട്ടുകൾ കുറയുന്നതിനനുസരിച്ച് അംഗത്തിന് ഉത്തരവാദിത്വവും നന്ദിയും ഉണ്ടാകേണ്ടവർ ചെറിയ ഒരു കൂട്ടമായി അങ്ങ് ചുരുങ്ങും. അതിനർത്ഥം നിങ്ങളുടെ പരാതികൾക്ക് പ്രാധാന്യം ഇല്ലാതെയാകും. പരാതികളും പ്രതിഷേധങ്ങളും ഉയരാത്തിടത്തോളം നിശബ്ദത വ്യാപിക്കും. ജനാധിപത്യത്തിലെ നിശബ്ദത അപകടകരമായ ഒരു ഘട്ടമാണ്. വോട്ടിങ്ങിനെ കുറിച്ച് ആളുകൾക്ക് ഉള്ള നിരവധി അഭിപ്രായങ്ങൾ ആദ്യമേ പങ്കുവച്ചു. ഓരോ ആളുകൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. വോട്ടിങ്ങിലൂടെ ഒരു വീടിനെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി നൽകാമെന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗമായാൽ അതൊരു പെർമനന്റ് പോസ്റ്റ് അല്ല. ആ കാലയളവിന് ശേഷം ആ സ്ഥാനത്ത് തുടരണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കണം. എന്നാൽ മികച്ച ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാർഡിലെ കുടുംബങ്ങൾ എല്ലാം രക്ഷപ്പെടും. കാരണം നല്ല റോഡുകൾ, കുടിവെള്ളം, ശുചിത്വമുള്ള പരിസ്ഥിതി, ക്ഷേമ സഹായങ്ങൾ നേടാനുള്ള പിന്തുണ എന്നിവ ലഭിക്കും. മറ്റൊരു അഭിപ്രായമാണ് വാർഡ് അംഗങ്ങളാകുന്ന എല്ലാവരും കണക്കാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെയാണ്, എന്നാൽ അത് പ്രത്യക്ഷത്തിൽ കാണുന്നത് മാത്രമാണ്. അവരിൽ യഥാർത്ഥ സേവന മനോഭാവം ഉള്ളവർ ഉണ്ടാകാം. നിശബ്ദമായി നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, സ്വന്തം ലാഭത്തിന് പകരം നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയാവുന്നവർ, സേവനത്തിനായുള്ള ഒരു അവസരമായി മാത്രം ഇത് കാണുന്നവർ, സ്ഥാനാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട്, എക്സ്പീരിയൻസ്, സ്വഭാവം എന്നിവ പഠിച്ച് അവരുടെ യോഗ്യത മനസ്സിലാക്കാം. വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നവരെ തിരിച്ചറിയുകയും യഥാർത്ഥ സേവന മനോഭാവം ഉള്ളവരെ തിരിച്ചറിയുവാനും തിരഞ്ഞെടുപ്പ് ശരിയായി ഉപയോഗിക്കുവാനും ഉള്ള പവർ നൽകുന്ന സംവിധാനമാണ് ജനാധിപത്യം. എല്ലാവരും അഴിമതിക്കാരാണ്, ഈ സംവിധാനം തന്നെ ഒരു കുറെ ആളുകൾക്ക് ഫണ്ട് കക്കാൻ ഉള്ളതാണ് എന്ന അഭിപ്രായം ചില ആളുകൾക്കുണ്ട്. അഴിമതി വളരെ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. എന്നാൽ അതിനുള്ള പരിഹാരം വോട്ട് ചെയ്യാതെ ഇരിക്കുന്നതല്ല. കാരണം വോട്ട് ചെയ്യാതിരിക്കുന്നത് മൂലം അഴിമതി എളുപ്പമാകും. കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നതോടെ ജനപ്രതിനിധികൾക്ക് കൂടുതൽ ആളുകളോട് ഉത്തരവാദിത്വം ഉള്ള ആളാകും. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അംഗങ്ങൾ ശരിയായി കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും. കൂടുതൽ സുതാര്യതയും ഉണ്ടാകും. വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നതോടെ ചെറിയ സംഘങ്ങൾ ശക്തി പ്രാപിച്ച് മേൽക്കൈ നേടും. എന്നാൽ ശക്തമായ ഒരു വോട്ടിംഗ് ജനസംഖ്യ ഉണ്ടെങ്കിൽ ഈ പ്രതിനിധികൾ എപ്പോഴും പരിശോധനയുടെ നിഴലിൽ ആയിരിക്കും. സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന അഭിപ്രായവും ഉണ്ട്. ഈ കാര്യം പൊതുവെ കാണാറുണ്ട്. എന്നാൽ അതിനും മറ്റൊരു തലവുമുണ്ട്. ഈ പ്രാദേശിക അംഗങ്ങൾ നിങ്ങളുടെ വാർഡിൽ തന്നെയാണ് ജീവിക്കുന്നത്.
നിങ്ങൾ ഉപയോഗിക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യേണ്ടതായും നിങ്ങളുടെ ഏരിയയിലെ പൊതുപരിപാടികൾ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായും അവർക്കുണ്ട്. വോട്ട് ചെയ്ത പൗരന്മാർ അവരെ കണ്ടുമുട്ടുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും പുരോഗമനങ്ങളെക്കുറിച്ച് ആരായുകയും ഗ്രാമസഭകളിൽ പങ്കെടുക്കുകയും ഉന്നയിച്ച ആവശ്യങ്ങൾ എവിടെ വരെ എത്തിയെന്ന് അന്വേഷിക്കുകയും ചെയ്താൽ അംഗങ്ങൾക്ക് ജനങ്ങളെ ഒഴിവാക്കാനോ ഒഴിഞ്ഞു പോകാനോ കഴിയില്ല. മറ്റൊരു അഭിപ്രായം നോട്ടയ്ക്ക് വോട്ട് ചെയ്താൽ മതിയെന്നാണ്. വോട്ട് ചെയ്യാനുള്ള ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികൾ ഒന്നും എന്റെ വോട്ട് അർഹിക്കുന്നില്ല എന്നാണ് നോട്ടയിൽ വോട്ട് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോട്ട ഒരു സന്ദേശം നൽകുന്നു എന്നത് ഒരു സത്യമാണ്. എന്നാൽ ഒരു വാർഡിൽ നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് ആളുകൾ നൽകിയാലും അവിടെ സ്ഥാനാർത്ഥികൾ എല്ലാം പരാജയപ്പെടില്ല. സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ളയാൾ വിജയിക്കും. നോട്ട അസംതൃപ്തി പ്രകടിപ്പിക്കുമെങ്കിലും വിജയിയെ മാറ്റുകയില്ല. മികച്ച ഒരു പ്രാതിനിധ്യത്തിന് നിസ്വാർത്ഥനായ കഴിവുള്ള സ്ഥാനാർത്ഥി ഏതെന്ന് മനസ്സിലാക്കി അവർക്ക് വോട്ട് ചെയ്യുക. നിങ്ങളുടെ സമയവും ആരോഗ്യവും വണ്ടിക്കൂലിയും ചെലവഴിച്ച് വോട്ട് ചെയ്യാനായി പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പകരം കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഒരു വോട്ട് കൊണ്ട് ഒരു ജോലി കിട്ടുമെന്നോ ഒരു സാമ്പത്തിക സഹായം കിട്ടുമെന്നോ പ്രത്യേക കാര്യം സാധിച്ചു കിട്ടുമെന്നോ നിങ്ങൾ ചിന്തിക്കരുത്, അതിന് ആഗ്രഹിക്കുകയും വരുത്. നമുക്ക് വിലയുള്ളതായി എപ്പോഴും തോന്നുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. നാം വിലയില്ല എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും വളരെ വിലപ്പെട്ടതുമാണ്. നാം ശ്വസിക്കുന്ന വായുവിന്റെ വില നാം ചിന്തിക്കാറില്ല. എന്നാൽ അത് ലഭിക്കാതെ വന്ന് ശ്വാസം മുട്ടുമ്പോഴാണ് അതിന്റെ വില തിരിച്ചറിയുക. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന് പകരം നന്നായി ടാർ ചെയ്തതോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതോ ആയ ഒരു വഴി ലഭിച്ചാൽ നിങ്ങളുടെ സമയവും ഇന്ധനവും ഒരേപോലെ എല്ലാ ദിവസവും ലാഭിക്കുവാൻ കഴിയും. നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വലിയ തുക ചെലവഴിച്ചെങ്കിൽ മാത്രമേ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുകയുള്ളൂ, തദ്ദേശ വികസനം വേഗത്തിലാവുകയുള്ളൂ. നിങ്ങൾ വോട്ടവകാശം ശരിയായി ഉപയോഗിക്കുന്നെങ്കിൽ വികസന ഫണ്ടുകളുടെ ശരിയായ ഉപയോഗം നിങ്ങളുടെ വാർഡിലേക്ക് എത്തും. വാർഡിന്റെ ആവശ്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എത്തും. നിങ്ങളും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത് അതിലൂടെ വിജയിച്ച ഒരു ആള് അംഗം ആകുമ്പോൾ നിങ്ങളുടെ വീടിന് മുന്നിലൂടെയുള്ള റോഡ് തകർന്നു കിടക്കുമ്പോൾ അതിന്റെ പരാതി നിരന്തരം ഈ വാർഡ് മെമ്പറിനോട് പറഞ്ഞ് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. കുടിവെള്ളമില്ലെങ്കിൽ, വഴിവിളക്കുകളില്ലെങ്കിൽ, ശുചിത്വമില്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് നേടിയെടുക്കാം. കാരണം അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ വീട്ടിലെ കാശ് കൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അനുവദിക്കുന്ന വികസന ഫണ്ടുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ച് വാർഡിലെ പോരായ്മകൾ നികത്തുകയാണ് ഈ അംഗങ്ങളുടെ ഉത്തരവാദിത്വം. വാർഡ് തല തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. 10 വോട്ടുകളുടെയോ 5 വോട്ടുകളുടെയോ 1 വോട്ടിന്റെയോ വരെ വ്യത്യാസത്തിൽ വിജയി മാറിമറിയാം. ഒരു വോട്ടിൽ മാറിമറിയുന്ന അംഗം മതി ഒരു പഞ്ചായത്തിലെ ഭരണം തന്നെ മാറിമറിയുവാൻ, പ്രസിഡന്റ് തന്നെ മാറുവാൻ, വികസന പദ്ധതികളുടെ കാഴ്ചപ്പാട് തന്നെ മാറാൻ, വികസന ഫണ്ടുകളുടെ ഉപയോഗശൈലി തന്നെ മാറാൻ. ഒരു വോട്ടിന് നിങ്ങളുടെ റോഡുകൾ സമയാസമയം ശരിയാക്കാനും കഴിയും, 5 വർഷത്തേക്ക് അവിടെ ഇടുവാനും കഴിയും. ഈ സമയം വരെ റോഡ് നന്നാക്കാതെ ഇരുന്നിട്ട് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് റോഡുകൾ നന്നാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ അവസാന സമയത്ത് ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ ആയിക്കൂടാ? ഇത്രയും നാൾ നിങ്ങൾ കുണ്ടും കുഴിയും ചാടി യാത്ര ചെയ്യട്ടെ എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നില്ലേ? വോട്ട് ചോദിച്ചു വരുമ്പോൾ റോഡ് ഇങ്ങനെ കിടക്കുന്ന എന്ത് എന്നുള്ള ചോദ്യം വരാതിരിക്കുവാൻ അതിന് തൊട്ടു മുൻപ് അത് നന്നാക്കി. നമുക്ക് ഇങ്ങനെയുള്ള ജനപ്രതിനിധികളെ അല്ല ആവശ്യം. പ്രശ്നങ്ങൾ കണ്ട് സമയാസമയം അതിന്റെ ക്രമീകരണം നടത്തുന്നവരെയാണ്. അതിന് പാർട്ടി നോക്കേണ്ട. വിശ്വസ്തരായവരെ, അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും അർപ്പണ ബോധമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുക. ശരിക്കും നല്ല സ്ഥാനാർത്ഥി ആരെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വാർഡിനൊരു രക്ഷാധികാരിയാണ് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് അതിന് കഴിയുമോ എന്ന് എങ്ങനെ അറിയാം? ഒന്ന്, അവർ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാണോ എന്ന്, അതോ ഇലക്ഷൻ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളാണോ എന്ന് നോക്കുക. 2, നാട്ടിലെ പ്രശ്നങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ് എന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണോ എന്ന് നോക്കുക. 3, അവർ നിങ്ങളെ സംയമനത്തോടെ ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 4, ഇതിനു മുൻപ് നാടിനു വേണ്ടിയോ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ആളുകൾക്കോ ആരോഗ്യം കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. 5, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തന ശൈലി അറിയാവുന്നവരാണോ അതെന്ന് നോക്കുക. 6, അവർ വിശ്വസ്തരാണോ എന്നും ഏത് കാര്യത്തിനും അവരെ സമീപിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പും വരുത്തുക. ഒരു വാർഡിലേക്കുള്ള അംഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും പാർട്ടി ചിഹ്നം നോക്കി നിങ്ങൾ വോട്ട് ചെയ്യരുത്. ആ സ്ഥാനാർത്ഥിയെയാണ് നോക്കേണ്ടത്. മറ്റൊരാളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താനല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്. നമ്മുടെ പരിസ്ഥിതിയും റോഡുകളും വെള്ളവും വൃത്തിയായ ചുറ്റുപാടും സുരക്ഷയും പൊതുജന ആരോഗ്യവും സമൂഹവും ഭാവിയും എല്ലാം നന്നാകേണ്ടതിനാണ് വോട്ട് ചെയ്യേണ്ടത്. ശരിയായ വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാ കുടുംബങ്ങൾക്കും അതിന്റെ പ്രയോജനം ഈ വികസനത്തിലൂടെ ലഭിക്കും. ഒരു സ്ഥാനാർത്ഥിക്കുള്ള സമ്മാനമല്ല നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ നിത്യജീവിതത്തിനുള്ള നിക്ഷേപമാണ്. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. വോട്ടിങ്ങിനെ കുറിച്ച് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റിലൂടെ അറിയിക്കുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.